അർപ്പണ മനോഭാവത്തോടെയും സത്യസന്ധമായും ബിസിനസ് രംഗത്ത് നിൽക്കുന്ന ആരും പരാജയപ്പെട്ടിട്ടില്ലെന്ന് കല്യാൺ സിൽക്സ് ചെയർമാനും സ്ഥാപകനുമായ TS പട്ടാഭിരാമൻ. വിമൻ എന്റർപ്രനേഴ്സ് നെറ്റ്വർക്ക് സംഘടിപ്പിച്ച വെൻ തൃശൂർ കാർണിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആദ്യത്തെ ഒരു ദിവസം മാത്രമാണ് ജോലി ചെയ്യേണ്ടതുള്ളൂവെന്നും ബാക്കി ദിവസങ്ങളിൽ ആസ്വാദനമാണ് നടക്കുന്നതെന്നും കല്യാൺ സിൽക്സ് ചെയർമാനും സ്ഥാപകനുമായ TS പട്ടാഭിരാമൻ പറഞ്ഞു. കേരളത്തിന്റെ സാഹചര്യം മാറിയതായും മാനുഫാക്ചറിംഗ് ഉൾപ്പെടെ ബിസിനസ് മേഖലയിൽ സംസ്ഥാനം മുന്നോട്ട് കുതിക്കുകയാണ്. മാനുഫാക്ചറിംഗ് രംഗത്താണ് ഭാവിയെന്നും അദ്ദേഹം വിശദമാക്കി. അത് വുമൺ എൻ്റർപ്രൈസസ് നെറ്റ്വർക്ക് അവരൊരു കാർണിവലാണ് നടക്കുന്നത്. 100 ചില്ലാനം പാർട്ടിസിപ്പൻസിനെ കാണാൻ സാധിച്ചു. ഇവർ 6 ചാപ്റ്ററായിട്ട് 1200ഓളം മെമ്പർമാർ വുമൺ എൻ്റർപ്രനേഴ്സ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. സ്ത്രീകളും ബിസിനസ്സിൽ മുന്നോട്ട് വരുന്നു, അവരും നാളെ ഭാവിയിൽ തൊഴിൽ ദാതാക്കളായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കേരളം സെൽഫ് സഫിഷ്യൻ്റ് ആവണമെങ്കിൽ തീർച്ചയായും സ്ത്രീകൾക്കും അതിൻ്റേതായ പങ്കുവഹിക്കേണ്ടതുണ്ട്. വെൻ പ്രസിഡന്റ് ലൈല സുധീഷ് അധ്യക്ഷത വഹിച്ചു. കുന്തംകുളം TT ദേവസി ജ്വല്ലറി MD അനിൽ ജോസ്, സീമ അനിൽ എന്നിവർ മുഖ്യാതിഥികളും തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ മാഫി ഡെൽസൺ വിശിഷ്ടാതിഥിയുമായിരുന്നു. കൊച്ചി, കോഴിക്കോട്, കോട്ടയം, തിരുവനന്തപുരം, കോയമ്പത്തൂർ വെൻ ചാപ്റ്ററുകളുടെ സഹകരണത്തോടെയാണ് കാർണിവൽ സംഘടിപ്പിച്ചത്. 10,000-ലധികം സന്ദർശകരെത്തിയ കാർണിവലിൽ കുടുംബ സൗഹൃദ അന്തരീക്ഷത്തിൽ സർഗാത്മകമായ വാണിജ്യ സാംസ്കാരിക പശ്ചാത്തലമാണ് ഒരുക്കിയത്. തൃശൂർ കാർണിവലിൽ വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും 100-ലേറെ സ്റ്റാളുകൾ, രുചികരമായ ഭക്ഷണ സ്റ്റാളുകൾ, ഫേസ് പെയിന്റിംഗ്, മൈലാഞ്ചി, ഗെയിമുകൾ തുടങ്ങി നിരവധി ആകർഷണീയതയും ഉൾപ്പെടുത്തിയിരുന്നു. ജനം, തൃശൂർ.